നമുക്കിന്ന് ഏത്തപ്പഴം വെച്ചിട്ട് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാവേ. അപ്പോൾ ഏത്തപ്പഴം പൊരിച്ചതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അതുപോലെയും അല്ല, ഒരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുനാഫയൊക്കെ തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്, അതുള്ളത് കൊണ്ട് എടുത്താണ്. ഇതിന് പകരം നമുക്ക് സേമിയ ഇല്ല, ചെറിയ സേമിയ വറുത്തതാണെങ്കിലും മതിയാവും, അതെടുക്കാം. ഇനി ഈ ഏത്തപ്പഴം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലെ ഒരു സൈസിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഏത്തപ്പഴത്തിന് ഈ ഒരു കോഴിമുട്ട തന്നെ ധാരാളമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുന്നത് കടലമാവാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് കടലമാവ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു കടലമാവിലേക്ക് ഇനി ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പഞ്ചസാരയോടൊപ്പം ചേർത്താണ് പൊടിക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ്, പഴുത്തതാണ്, അതുകൊണ്ടാണ് മധുരം 2 സ്പൂൺ ആക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒട്ടും ചേർക്കല്ലേ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതുപോലെ ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ആ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇത് നേരെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒന്ന് മുക്കി പൊക്കി എടുക്കുക. ഇനി ഇത് നേരെ നമ്മൾ ഏതാണോ സേമിയാണ് എടുക്കണമെങ്കിൽ അതിൽ, അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി പൊക്കി എടുത്താൽ മതിയേ. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ളതെടുത്ത് പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പുറത്തുള്ളതെല്ലാം കരിഞ്ഞും പോവും, അതിൻ്റെ ഉള്ളിലെ മാവൊന്നും കുക്കാവത്തതുമില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡായി കഴിയുമ്പോഴേക്കും തിരിച്ചു ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ സാധാരണ എത്തിക്ക പൊരിച്ചതിൻ്റെയൊക്കെക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നീക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലും നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.